Okay, but next question നോക്കാം. Temporary hardness in water is caused by the presence of bicarbonates of calcium and magnesium, sulfates of calcium and magnesium, chlorides of calcium and magnesium, nitrates of calcium and magnesium. ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെമ്പററി ഹാർഡ്നസ് ആണ്. ടെമ്പററി ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആണ് അല്ലേ? ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. ഓക്കെ, അതായത് മൾട്ടി വാലന്റ് കാറ്റയോൺ ആണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഓൾറെഡി നോക്കിയതാണ്. മൾട്ടി വാലന്റ് കാറ്റയോൺ ആകുമ്പോൾ എന്താണ്? മൾട്ടി വാലന്റ് കാറ്റയോൺ ഞാൻ റിപ്രസെന്റ് ചെയ്ത് എഴുതി തരാം. x⁻⁻1, അതായത് വൈൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇത് റിപ്രസെന്റ് എന്താണ്? മൾട്ടി വാലന്റ് കാറ്റയോൺ. ടോട്ടൽ ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടി വാലന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അതേപോലെ എങ്ങനെയാണ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്? ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആയിരിക്കണം. ഓക്കെ, ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. n നമ്പർ ഓഫ് ടൈം നമ്മൾ നോക്കിയതാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Blue baby disease methemoglobinemia in children is caused by the presence of excess chlorides, nitrites, fluoride, lead. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മെത്തനോഗ്ലോബിമേനിയ എപ്പോഴാണ് വരുന്നത്? നൈട്രൈറ്റ്സ് കാരണമാണ്. നമുക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഫാൻറ്റിൽ എന്താണ്? ആസിഡ്സ് പ്രസൻസ് ആണ്. ആ ആസിഡ് എന്താണ് ചെയ്യുന്നത്? നൈട്രൈറ്റ്സിനെ നൈട്രേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നൈട്രേറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നൈട്രേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ നൈട്രേറ്റ് എന്താണ് ചെയ്യുന്നത്? ഓക്സിജനെ റിപ്ലേസ് ചെയ്യും. ഹോമോഗ്ലോബിൻ നിന്ന് ഓക്സിജനെ റിപ്ലേസ് ചെയ്യും. ഓക്കെ, ഹോമോഗ്ലോബിൻ നിന്ന് ഓക്സിജനെ റിപ്ലേസ് ചെയ്യും. അപ്പോൾ എന്താണ്? ഓക്സിജന്റെ ഡെഫിഷ്യൻസി ആകും. ഓക്സിജൻ കുറയും. ഓക്സിജൻ ഡെഫിഷ്യൻസി ആകുമ്പോൾ ഒരു ഡിസീസ് കോസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെത്തനോഗ്ലോബിനേമിയ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാൻ ഞാൻ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ഇൻഫാൻറ്റിന്റെ ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് ആസിഡ്സ് പ്രസന്റ്. അതായത് ആസിഡ് എന്താണ് ചെയ്യുന്നത്? നൈട്രേറ്റ്സിനെ നൈട്രേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. നൈട്രേറ്റ് ഓൾറെഡി ഹാംഫുൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നൈട്രേറ്റ് എന്താണ് ചെയ്യുന്നത്? ഓക്സിജനെ റിപ്ലേസ് ചെയ്യും ഫ്രം ഹീമോഗ്ലോബിൻ. ഓക്കെ, ഓക്സിജനെ റിപ്ലേസ് ചെയ്യും ഫ്രം ഹീമോഗ്ലോബിൻ. അപ്പോൾ എന്താണ്? ഓക്സിജൻ എന്താണ് ആവുന്നത്? ഓക്സിജന്റെ കണ്ടന്റ് കുറയും. ഓക്കെ, ഓക്സിജന്റെ കണ്ടന്റ് എന്താണ് ആവുന്നത്? ഓക്സിജന്റെ കണ്ടന്റ് കുറയും. ഓക്സിജന്റെ കണ്ടന്റ് കുറയുമ്പോൾ ഒരു ഡിസീസ് കോസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ ബേബി ഡിസീസ് അല്ലെങ്കിൽ മെത്തനോഗ്ലോബിമേനിയ എന്ന് പറയുന്നത്. മെത്തമോഗ്ലോബിമേനിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ബി ആണ് കറക്റ്റ് ആയിട്ട്. നൈട്രേറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. മിനിമം ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് ppm in a river necessary for survival of aquatic life is 0, 2, 4, 8. ഇതും നമുക്ക് അറിയുന്നതാണ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 4 ppm ആണ്. ഓക്കെ, 4 ppm നമ്മൾ n നമ്പർ ഓഫ് ടൈംസ് നോക്കിയതാണ്. ഓക്കെ, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്. ഫോർ എ സാമ്പിൾ ഓഫ് വാട്ടർ വിത്ത് അയണിക് composition shown below, the carbonate and non-carbonate hardness concentration in mg per liter as CaCO3 respectively are. ഇപ്പോൾ തന്നിട്ടുണ്ട് കാർബണേറ്റ് ഹാർഡ്നസും അതേപോലെ നോൺ കാർബണേറ്റ് ഹാർഡ്നസിന്റെ നമുക്ക് റിപ്രസെന്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? കാർബണേറ്റ് ഹാർഡ്നസും നോൺ കാർബണേറ്റ് ഹാർഡ്നസിന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരു റിപ്രസെന്റേഷൻ ഫോമിൽ ഹാർഡ്നസും ആൽക്കലിനിറ്റി എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? കാർബണേറ്റും നോൺ കാർബണേറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഫോർമുല നമ്മൾ എഴുതിയേക്കാം. ടോട്ടൽ ഹാർഡ്നസ് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ കാർബണേറ്റ് ഹാർഡ്നസ് പ്ലസ് നോൺ കാർബണേറ്റ് ഹാർഡ്നസ് ആണ്. അത് നമുക്കറിയാം. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണ് നമുക്കറിയുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം. ടോട്ടൽ ഹാർഡ്നസും അതേപോലെ ആൽക്കലിനിറ്റി നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ മിനിമം വാല്യൂ ഏതിനായിരിക്കും? അതായിരിക്കും നമ്മുടെ കാർബണേറ്റ് ഹാർഡ്നസ്. ഓക്കെ, ഇതിന്റെ മിനിമം വാല്യൂ ഏതിനായിരിക്കും? അതായിരിക്കും നമ്മുടെ കാർബണേറ്റ് ഹാർഡ്നസ്. ഇനി നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ എന്താണ്? ടോട്ടൽ ഹാർഡ്നസ് കണ്ടുപിടിക്കണം ഈ ഒരു നമ്മൾ ടേബിളിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ ഹാർഡ്നസ്? നമുക്കറിയാം. ടോട്ടൽ ഹാർഡ്നസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം കാരണമാണ് അല്ലെ? മൾട്ടിവാലന്റ് കാറ്റയോൺ അല്ലെങ്കിൽ ടോട്ടൽ ഹാർഡ്നസ് എന്ന് പറയുന്നത് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അപ്പോൾ ടോട്ടലായിട്ട് എത്രയുണ്ട് ഇതിവിടെ? ഹാർഡ്നസ് വരുന്നത് 0 to 5, അതായത് 5. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹാർഡ്നസ് എത്രയാണ്? ടോട്ടൽ ഹാർഡ്നസ് 5 ഉണ്ട്. ഓക്കെ, ടോട്ടൽ ഹാർഡ്നസ് 5. ഓക്കെ ആണല്ലോ? അതേപോലെ ആൽക്കലിനിറ്റി എത്രയാണ്? ആൽക്കലിനിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ആൽക്കലിനിറ്റി തന്നിട്ടുള്ളത്? 3.5. ഓക്കെ, 3.5. അത് നമുക്കറിയാം. ആൽക്കലിനിറ്റി 3.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ മിനിമം പാരാമീറ്റർ ഏതാണ്? ഇതിന്റെ മിനിമം നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽക്കലിനിറ്റി, അതായത് 3.5 ആണ്. അപ്പം അത് തന്നെയായിരിക്കും നമ്മുടെ കാർബണേറ്റ് ഹാർഡ്നസ് 3.5. ഓക്കെ, അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏതിന്റെ ഫോമിലാണ്? CaCO3 ഫോമിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇൻറ്റു 50 ചെയ്യണം. ഓക്കെ, അപ്പം ഇൻറ്റു 50 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 175 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 50 ചെയ്യുമ്പോൾ നമുക്ക് 175 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് കാർബണേറ്റ് ഹാർഡ്നസ് കിട്ടി, നോൺ കാർബണേറ്റ് ഹാർഡ്നസ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഹാർഡ്നസ് എത്രയായിരുന്നു? 5. കാർബണേറ്റ് ഹാർഡ്നസ് എത്രയാണ്? 3.5. നോൺ കാർബണേറ്റ് ഹാർഡ്നസ് എത്രയാണ് കണ്ടുപിടിക്കണം. എത്രയാണ് ചെയ്യേണ്ടത്? നോൺ കാർബണേറ്റ് ഹാർഡ്നസ് എന്ന് പറയുന്നത് 5 - 3.5, അതായത് 1.5. ഓക്കെ, അപ്പം അതേപോലെ CaCO3 ഫോമിലാണെങ്കിൽ 1.5 × 50.
ഓക്കെ, CaCO3 ഫോമിൽ നമുക്ക് കിട്ടും. CaCO3 ഫോമിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അഗെയിൻ 75 എന്ന് കിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75 എന്ന് കിട്ടും. അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 175 ആൻഡ് 75 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആണ്, കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, ടേബിൾ റീഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? 75 ആൻഡ് 175 ആൻഡ് 75 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഓർഡറും കൂടെ നമുക്ക് ശ്രദ്ധിക്കണം. കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഓർഡർ? കാർബണേറ്റ് ഹാർഡ്നസ് ആദ്യം, അതേപോലെ നോൺ കാർബണേറ്റ് ഹാർഡ്നസ്, ആ ഒരു ഫോമിൽ തന്നെ എഴുതണം, മാറിപ്പോകരുത്. സി ഓപ്ഷൻ 75 ആൻഡ് 175 ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ഓപ്ഷനിലോട്ട് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ ഓർഡറും കൂടെ ശ്രദ്ധിക്കണം. 175 അതേപോലെ 75. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Microbial quality of treated piped water supplied is monitored by microscopic examination, plate count of heterotrophic bacteria, coliform MPN test, identification of all pathogens. ഓക്കെ, ഇതും നമ്മൾ നോക്കിയതാണ്. N ടൈപ്പ് ഓഫ് ടെസ്റ്റ് നമ്മൾ നോക്കിയതാണ് അല്ലേ? എന്തൊക്കെ ടൈപ്സ് ടെസ്റ്റ് ആണ് നമുക്കുള്ളത്? കോളിഫോം ഇൻഡെക്സ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ MPN ടെസ്റ്റ് ഉണ്ട്, അതേപോലെ നമുക്ക് എന്താണുള്ളത്? മെമ്പറീൻ ഫിൽട്ടർ ടെക്നിക് ഉണ്ട്. മെമ്പറീൻ ഫിൽട്ടർ ടെക്നിക് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? MPN എന്ന് പറയുമ്പോൾ എന്താണ്? കോളിഫോൺ MPN ടെസ്റ്റ്. ഓക്കെ, കോളിഫോൺ MPN ടെസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. എന്തൊക്കെയാണ് ടെസ്റ്റ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.